ഒരു പാലക് പനീർ കറി ഉണ്ടാക്കാം. അതിനായിട്ട് ആവശ്യമായ സാധനങ്ങൾ: കുറച്ച് പാലക്, കുറച്ച് പനീർ ക്യൂബായിട്ട് അരിഞ്ഞിട്ട് അതിൽ കുറച്ച് ഉപ്പും മഞ്ഞളും മിക്സ് ചെയ്തത്, 2 സവാള, ഒരു തക്കാളി, കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുറച്ച് ബദാം ചൂടുവെള്ളത്തിലിട്ട് അതിൻ്റെ തൊലി കളഞ്ഞത്, കുറച്ച് കാഷ്യൂനട്ട്, ഉപ്പ്, കടുക്, കുറച്ച് ജീരകം, ഏലക്ക, 2-3 ഗ്രാമ്പൂ, മുളക്, ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി. ആദ്യം കുറച്ച് തിളച്ച വെള്ളത്തിലോട്ട് ഈ പാലക്ക് ഇട്ടൊന്ന് വാട്ടിയെടുക്കാം. ഇത് ജസ്റ്റ് ഒന്ന് വാടി കഴിയുമ്പോൾ ഇതിനെ നമുക്ക് മാറ്റാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഇഞ്ചി ഇതൊന്ന് വാടുമ്പോൾ ഉള്ളി ഇടാം. ഈ ഉള്ളി ഒന്ന് വാടി കഴിയുമ്പോൾ തക്കാളി ഇട്ട് വാടുമ്പോൾ നമുക്ക് ഈ കാഷ്യൂനട്ടും ഈ ബദാം പരിപ്പ് ഇടാം. ഇത് ഒന്ന് വാടി കഴിയുമ്പോൾ ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റി ഇതൊരു പേസ്റ്റ് ആക്കണം. ഒഴിച്ച് നമുക്ക് ഈ പനീർ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ആ പാനിയിലോട്ട് തന്നെ നമുക്ക് കുറച്ച് കടുക്, കുറച്ച് ജീരകം, എടുത്ത് വെച്ച ഏലക്കയും ഗ്രാമ്പും ഇടും. അതായിട്ട് ഒരു ഉള്ളി അരിഞ്ഞു വെച്ചിരുന്നതും ചേർക്കാം. വെച്ചിരുന്ന മുളക്, മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, മസാല അരച്ചു വയ്ക്കാം. തക്കാളിയും ഉള്ളി എല്ലാം കൂടെയുള്ള മസാല ഇതിലോട്ട് ചേർക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് മൂക്കണം. അപ്പോഴത്തേക്ക് നമുക്ക് പാലക്ക് അരച്ചുകൊണ്ട് വരാം. ഇത് കുറച്ച് നല്ലപോലെ ഒരു ഇത് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് പാലക്ക് അരിച്ചതും കൂടെ ഇതിൽ ചേർക്കാം. ഇത് ഒന്ന് ജസ്റ്റ് വഴണ്ട് കഴിയുമ്പോൾ ആവശ്യത്തിന് വെള്ളം ചേർക്കാം. കുറച്ച് വെള്ളം എടുത്തിട്ട് അതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. 2 മിനിറ്റ് അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം. ഇതൊന്ന് 2 മിനിറ്റ് വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഈ പനീറും കൂടെ ഇതിൽ ചേർത്ത് പിന്നെയും ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് മസാലയെല്ലാം കൂടെ ഒന്ന് സെറ്റാവും. ഈ പനീറിൽ മസാല എല്ലാം കൂടെ ഒന്ന് പിടിക്കുമ്പോഴത്തേക്ക് ഇതിൽ കുറച്ച് കസൂരി മേന്തിയും കൂടെ ഇട്ട് ഒരു 5 മിനിറ്റ് ഒന്നുകൂടെ ഒന്ന് അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാലക് പനീർ കറി റെഡിയായി.